നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രോക്കുകളെ കുറിച്ചാണ്. എന്താണ് സ്ട്രോക്സ്? ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ സ്ട്രോക്സ് നമ്മൾക്ക് കിട്ടാറുണ്ടോ? സ്ട്രോക്സ് അതുപോലെ നമ്മൾ കൊടുക്കാറുണ്ടോ? സ്ട്രോക്ക് എന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, സ്ട്രോക്ക് എന്ന് പറയുന്നത് മെഡിക്കൽ ടേംസിൽ തലച്ചോറിലേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ നിലയ്ക്കുന്നത് മൂലം അല്ലെങ്കിൽ കുറയുന്നത് മൂലം ക്ലോട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. പക്ഷേ സൈക്കോളജി പരമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ ഒരു ചോദനയെന്നോ ഒരു അപ്രീസിയേഷൻ, റെക്കഗ്നേഷൻ ഇതൊക്കെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നവജാത ശിശു അവൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത് ഇതുപോലുള്ള ചോദനകളിൽ കൂടിയാണല്ലേ. ഒരു സെക്യൂർനെസ്, അമ്മയുടെ ഒരു ചൂട് അല്ലെങ്കിൽ ഒരു സ്പർശനം, അതുപോലെ പുറത്ത് തട്ടിക്കൊടുക്കുന്ന ഒരു തലോടലിലൂടെയൊക്കെയാണ് ആ കുഞ്ഞതിൻ്റെ സുരക്ഷിതമായ കൈകളിലാണ് താൻ ഇരിക്കുന്നതെന്നും അവന് മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഈ ചോദന അവന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സ്ട്രോക്കുകൾ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കണക്കിന് നോക്കിയാൽ ഈ സ്ട്രോക്കുകളാണ് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി സ്കൂളിൽ നിന്നും വന്ന് എക്സാമിന് ഒരു 100-ൽ ചിലപ്പോൾ ഒരു 90% 90 മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അത് ഭൂരിപക്ഷം മാതാപിതാക്കളും പറയുന്നത് ആ 10 മാർക്ക് കുറഞ്ഞത് എന്തായിരുന്നു എന്നാണ്. അല്ലാതെ അവൻ അത്രയും മാർക്ക് സ്കോർ ചെയ്തതിനെ പറ്റി ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. നിൻ്റെ 10 മാർക്ക് എവിടെ പോയി എന്നായിരിക്കും നമ്മൾ ആദ്യം തന്നെ ആ കുട്ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതുമൂലം അവൻ്റെ കോൺഫിഡൻസ് ലെവലിനെ ഇത് വല്ലാതെ ബാധിക്കും. അതിന് പകരം അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊടുത്ത്, ഓക്കെ, നീ ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചല്ലോ, എനിക്ക് സന്തോഷമായി, നെക്സ്റ്റ് ടൈം നീ ഒരു 5 മാർക്ക് കൂടെ കൂടുതൽ വാങ്ങിച്ചാൽ ഞാൻ നിൻ്റെ ഡ്രീമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചോയ്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും ട്രാവൽ ഡെസ്റ്റിനേഷനോ അങ്ങനെയൊക്കെയുള്ള ഒരു ടൂറോ, ഫാമിലി ടൂറോ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഓഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ആ കുട്ടിക്ക് നെക്സ്റ്റ് ടൈം നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ചോദനയാണ്, ഒരു അപ്രീസിയേഷനാണ് അവന് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മുതിർന്ന മാതാപിതാക്കൾ പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളുടെ മക്കളെ ഒന്നും അപ്രീസിയേഷൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ അവരെത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെത്ര നല്ല കുട്ടികളാണെന്ന് പറഞ്ഞാലും ഞങ്ങളൊന്നും പറയാറില്ല. അവരെ നല്ലൊരു സമാധാനിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ആ രീതിയിലൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ ആ കുട്ടികൾ നെഗളിച്ചു പോയാലോ അല്ലെങ്കിൽ അഹങ്കാരം വന്ന് കൂടിയാൽ എന്ത് ചെയ്യും എന്നാണ് പലയിടത്തുനിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ പോലും നമുക്കത് കേൾക്കാറുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങൾ ആ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമല്ലേ അത്? കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണ് എല്ലാം പഠിക്കുന്നത്. നമ്മൾ അവരോട് ഏതൊക്കെ തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്, അത് തന്നെ ആ കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാവുന്ന മക്കളോടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് മോഡലിംഗ് എന്ന് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളും, നിങ്ങളോട് നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ്. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അമ്മയോടായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അച്ഛൻ്റെ കാര്യം കേൾക്കുമ്പം തന്നെ അവന് ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. അച്ഛൻ വിളിക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ അച്ഛൻ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അമ്മയുടെ കാര്യം പറയുമ്പോഴേ ചില കുട്ടികൾ പറയും, അമ്മ ഒരു കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. അമ്മയെന്ന് കേൾക്കുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് അലർജിയാണ്. അതുപോലെ തന്നെയാണ്, നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ മുതിർന്നതിന് ശേഷം അല്ലെങ്കിൽ മാരേജിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ നമ്മളിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രവർത്തികളും കൂടെ കൊണ്ടല്ലേ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.
ഞാൻ എൻ്റെ കുട്ടിയോട് എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്ത്? വേണ്ടുന്ന സമയത്തൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടോ? നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്സ്, ചില മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും പെയിൻറ്റിങ്സൊക്കെ ഉണ്ടെങ്കിൽ വളരെ നിരുത്സാഹപ്പെടുത്തുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് പഠിക്കുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചും പെയിൻ്റ് അടിച്ച് നടന്നാൽ മതിയോ, അതുകൊണ്ടൊക്കെ ഭാവിയിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചുറ്റിനും കണ്ണോടിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരുപാട് കലാകാരികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരൊക്കെ ഇതുപോലെ അവരുടെ മാതാപിതാക്കൾ ഒരു പക്ഷേ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവാം, പ്രോത്സാഹിപ്പിക്കാത്തവരും ഉണ്ടാവാം കേട്ടോ. എൻജിനീയറും ഡോക്ടേഴ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഹയർ പൊസിഷൻസിലൊന്നും എത്തിയാൽ മാത്രമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. അല്ലാതെയും നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ കലാകാരന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു, ഒരു പക്ഷേ ഈ എൻജിനീയറും ഡോക്ടർ പദവിയേക്കാളിലൊക്കെ ഉപരിയായിട്ട് അല്ലേ. അപ്പോൾ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മളോട് തിരിച്ച് ചോദിക്കും, എന്ത് സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്, എന്ത് കാര്യമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങളിതൊക്കെ ഒന്ന് മാറ്റുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെയാണ് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാർ. കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം, പക്ഷേ കൂടുതലായിട്ടും ഓഫീസൊക്കെ വിട്ട് വരുന്ന ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് നല്ല രുചികരമായ ഒരു 3-4 കൂട്ടം ഫുഡൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കണമെങ്കിൽ ചില്ലറ അധ്വാനമല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉപ്പിൻ്റെ അളവ് കൂടിപ്പോയാൽ, അല്ലെങ്കിൽ ഒരു മുളക് പൊടിയുടെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കറി ഫുള്ളി സ്പോയിലായിപ്പോവും. അപ്പോൾ അത്രയും ആത്മാർത്ഥതയോടെ, ഡെഡിക്കേഷനോട് കൂടി, ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും ഓരോ ആളുകളും ഫുഡ് പാകം ചെയ്യുന്നത്. അതിപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. ചിലപ്പോൾ മാറി മാറി റൊട്ടേഷൻ വൈസ് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ ആരായാലും നമ്മുടെ മുന്നിൽ ഫുഡ് കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മളൊരു അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കണം. എപ്പോഴെങ്കിലും അവരെ നേരിട്ട് മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ നൈറ്റിലായിരിക്കും കൂടുതൽ കാണുക, അപ്പോൾ നിങ്ങൾക്കൊന്ന് പറയാമല്ലോ, അതെ നിങ്ങളുടെ ഫുഡ് ഇന്നത്തെ കറി കൊള്ളായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ കൂടിയും അതിനെ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് അവർക്കൊരു സന്തോഷം നമുക്ക് കൊടുക്കാമല്ലോ. നമ്മൾ പുറത്തൊക്കെ പോയി ആളുകളെയൊക്കെ കണ്ട് ഒരുപക്ഷെ സന്തോഷമായിട്ടൊക്കെ ആയിരിക്കാം, ഒരുപക്ഷെ വർക്ക് ലോഡ് ഉണ്ടാവും, എങ്കിലും 10 പേരെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കൂളാം. പക്ഷേ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വേറെയാണ്. അവർക്കൊരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. കൂടുതലും ഒരു നല്ല വാക്കുകൾ പോലും പറയാതെ മാക്സിമം ഒന്നും പറയാത്ത ആളുകളുണ്ട്. ഒന്നും പറയാതെ മാക്സിമം അവരെ തള്ളിക്കളയുന്ന ഒരവസ്ഥ പലപ്പോഴും വീടുകളിൽ കാണാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട്ട് അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമുക്കെപ്പോഴും സ്ട്രോക്കുകൾ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പലരിൽ നിന്നും പലതും പ്രതീക്ഷിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, അപ്പോൾ അവർ നമ്മളോട് ഓക്കെ ഇത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് അടിപൊളിയായിരിക്കുന്നു, നിങ്ങളുടെ ഡ്രസ്സ് അടിപൊളിയായിരിക്കുന്നു, നിങ്ങളുടെ ജോലി പെർഫെക്റ്റായിട്ട് നിങ്ങൾ ചെയ്തുല്ലോ, ഇങ്ങനെയൊക്കെ പറയാനും ഓക്കെ ഒരു റെക്കഗ്നേഷൻ, ഒന്ന് തിരിച്ചറിയപ്പെടാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ പലപ്പോഴും ആരെ അപ്രീസിയേഷൻ ചെയ്യാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ താല്പര്യമില്ലാത്തവർ തന്നെയാണ്. എസ്പെഷ്യലി മലയാളികളുടെ കാര്യം പറയേ വേണ്ട. അത് കുറ്റം പറഞ്ഞതല്ല, പക്ഷേ സത്യാവസ്ഥയാണ്. നമ്മൾക്കെപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കാളിലും മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കാളും വെൽ ഡ്രസ്സ് ചെയ്യുന്നത്, ഒരു ജോലിയിൽ ഉയർച്ച കിട്ടുന്നത്, പ്രൊമോഷൻ കിട്ടുന്നത്, നന്നായി ഒരുങ്ങി നടക്കുന്നത്, എന്തൊക്കെയോ നമ്മൾക്ക് അങ്ങ് അസഹനീയതയാണ് അതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ എന്താണ്, അല്ലെ നമുക്കതൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നും നമ്മളവരൊന്നും എത്ര പെർഫെക്റ്റായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിനുള്ളവർ ചെയ്യുമ്പോൾ നമ്മളത് അംഗീകരിക്കില്ല. പകരം എന്താണ്, നമ്മൾ ഒരു പുച്ഛത്തോടെ കാണുകയും ചിലപ്പോൾ അവർ നമ്മുടെ മുന്നിൽ നിന്നൊരു നല്ല വാക്കിന് വേണ്ടിയായിരിക്കും കൊതിക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും ചിലർ നമ്മളെ മൈൻഡ് ചെയ്യാറില്ല.
ഒരു നന്ദി വാക്കുകൾ പോലും പറയാതെ പോകുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് സ്ട്രോക്കുകൾ കിട്ടുന്നത് പോലെ തന്നെ നമ്മളെ അഭിനന്ദിക്കുന്നവരെ നമ്മളും തിരിച്ച് അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചില മനുഷ്യർ പറയും, ഇപ്പോൾ ഒരാൾ സാരി എടുത്തുകൊണ്ട് വന്നു, ഓക്കെ എടി നിൻ്റെ സാരി അടിപൊളിയായിരിക്കുന്നത്, പക്ഷേ നിനക്ക് ഈ സാരി ചേരൂല എന്ന് പറയുന്ന ആളുകളില്ലേ, ചുറ്റിനും കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഫേക്ക് സ്ട്രോക്കുകളുണ്ട്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളോട് വന്നിട്ട്, ഓ നീ വളരെ സുന്ദരിയായിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, നിൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിൻ്റെ ഫുഡ് സൂപ്പറായിരിക്കുന്നു, നീ ഭയങ്കര കൈപ്പുണ്യമുള്ളവളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ സാറിൻ്റെ സാറിന് പ്രൊമോഷൻ കിട്ടി, ഞാൻ വളരെ സന്തോഷവതിയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ മനസ്സിൽ നമ്മളോടുള്ള യാതൊരു വിധത്തിലുള്ള സ്നേഹമോ കരുതലോ അവരുടെ ആത്മസംതൃപ്തി കൊണ്ടൊന്നും പറയുന്നതായിരിക്കത്തില്ല, മറിച്ച് അതൊരു ഫേക്കാണ്. ചിലരെ നമ്മൾക്ക് കുറച്ച് നാൾ പരിചയപ്പെട്ട് കുറച്ച് നാൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നാളൊരു ഫേക്കാണെന്ന് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്. അവർ പുകഴ്ത്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ. പുകഴ്ത്തി സംസാരിക്കുന്നതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പല ആളുകളുണ്ട്. എന്നാൽ മറിച്ച് മനസ്സ് നിറച്ചും സ്നേഹവുമായിട്ട് നമ്മളോട് ഇടപെടുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾ വളരെ സത്യസന്ധതയുള്ള വാക്കുകളായിരിക്കും. അവർക്ക് പക്ഷേ നമ്മളിൽ നിന്ന് യാതൊരുവിധ നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ നമ്മളോട് വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്കെപ്പോഴും ഫേക്ക് പ്രോമിസുകൾ തരുന്നവരെ, അല്ലെങ്കിൽ ഫേക്കായിട്ട് ആക്ട് ചെയ്യുന്നവരെ, നമ്മുടെ മുന്നിൽ നാട്യം കളിക്കുന്നവരെയാണല്ലോ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുക. നേരെ മറിച്ച് ഉള്ളിൽ വളരെ സത്യസന്ധതയോടുകൂടി കള്ളങ്ങളൊന്നും ചെയ്യാനോ പറയാനോ അറിയാത്ത സത്യസന്ധമായി സ്നേഹിക്കുന്നവരെ ഒന്നും നമുക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ ഫേക്ക് പ്രോമിസുകൾ ചെയ്യാതിരിക്കുക, സ്ട്രോക്കുകൾ ആവശ്യമുള്ളിടത്ത് കൊടുക്കുക. പല ആളുകളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നിലേക്ക് മാത്രം ഒരു നന്മയും വരുന്നില്ലല്ലോ, ഞാനാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാണ്, പക്ഷേ എന്നിലേക്ക് ഒരു നന്മകളും വരുന്നില്ല, എനിക്ക് ഒരു ഉന്നതിയും കിട്ടുന്നില്ല, എന്തായിരിക്കും കാരണം എന്ന് പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സ് വിശാലമാക്കുക. മനസ്സിലെ അസൂയയും കുശുമ്പും വൈരാഗ്യവും പിണക്കവും അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. കാരണം നാളെ എന്നൊരു ദിവസം അത് നമുക്ക് കിട്ടിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. നാളെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ സ്ട്രോക്കുകളൊക്കെ ആവശ്യത്തിന് കൊടുക്കുക, സ്ട്രോക്കുകളൊക്കെ ഏറ്റുവാങ്ങുക. നിങ്ങൾ കൊടുക്കുന്ന മാത്രമേ നിങ്ങളിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സുകൾ ഓപ്പണാക്കി വയ്ക്കുക. തീർച്ചയായും നിങ്ങളിലേക്ക് നന്മകൾ വരും. മനസ്സ് വളരെ വിശാലമാക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതൊരു നല്ലൊരു ഉപകാരപ്രദമായ ഒരു എപ്പിസോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് കമൻറ്റുകളൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.